വെൽക്കം ബാക്ക്. ഒരു പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഒരു കാര്യമായിട്ടിൻ്റെ ഫ്ലോപ്പായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സാധാരണ സക്സസ് ആയിട്ടുള്ള പ്ലാൻസൊക്കെ കൂടുതൽ ഷെയർ ചെയ്താലും ഇതും കൂടെ ഈ ഒരു സൈഡ് കൂടെ എനിക്ക് കാണിക്കണമെന്ന് തോന്നിട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്നലത്തെ കെമിസ്ട്രി എക്സാമിൻ്റെ അനാലിസിസ് നോക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നോക്കട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ പേപ്പർ സിമ്പിൾ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ല പഠിച്ച ഒരാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്കോർ മേടിക്കാൻ പറ്റുന്നൊരു പേപ്പറാണ് കേട്ടോ. ഡയറക്റ്റായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ നല്ല പോലെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്ര അറ്റൻറ്റീവായിട്ട് എല്ലാതും കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റത്തെ 1 മാർക്ക് സെക്ഷനൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ അതിൽ കോർഡിനേഷൻ നമ്പർ ആദ്യം ഞാൻ 6 എഴുതിയിട്ട് പിന്നെ ഞാൻ ആവശ്യമില്ലാത്ത രീതിക്കൊക്കെ ആലോചിച്ചിട്ട് അത് 5 എഴുതി. അപ്പം ആൻസർ തെറ്റായിട്ടുണ്ട്. പിന്നെ 2 മാർക്കിനെ കുഴപ്പമില്ല. പിന്നെ മെയിൻലി ഈ കെമിസ്ട്രിയിലുള്ള വിഷയം വെച്ചാൽ ഇപ്പം ഫുൾ ഓർഗാനിക് അല്ല ചാപ്റ്റേഴ്സ് കൂടുതൽ ഉള്ളത്. അപ്പോൾ അതിന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാതും കൂടെ പഠിച്ചിട്ട് 3 ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഇങ്ങനെ കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ട് എല്ലാതും കൂടെ മറന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനായിട്ട് കുറേ റിയേജൻസും പുതിയ റിയാക്ഷൻസൊക്കെ ഞാൻ എക്സാം പേപ്പറിൽ ഉണ്ടാക്കി എഴുതിയിട്ടുണ്ട്. കാരണം എല്ലാതും കൂടെ മിക്സ്ഡായി പഠിച്ചിട്ട് അങ്ങനെ ഒക്കെ മാറി പോകുന്ന ഒരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഡെയിലി നല്ലോണം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുഴപ്പം വരില്ല. ഇത് എക്സാമിന് തലേ ദിവസം ഹറിബറിയിൽ എല്ലാ ചാപ്റ്റേഴ്സോടും മിക്സായി പഠിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതിലിപ്പോൾ കാണാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും പേപ്പർ കുഴപ്പമില്ല, നല്ല സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. പഠിച്ചാൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെയാണ് എക്സാമിന് കാര്യം വന്നിട്ട്. അങ്ങനെ ഫൈനലി ഫസ്റ്റ് വീക്ക് 3 സബ്ജക്ട്സ് കുഴപ്പമില്ലാതെ എങ്ങനെയൊക്കെ പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീക്കിൽ ബയോളജി, മലയാളം, ഇംഗ്ലീഷൊക്കെയാണ് എക്സാംസ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ക്ലാസ്സില്ല, ശനി ഞായർ 3 ദിവസം പ്രിപ്പറേറ്ററി ടൈമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ബയോളജി ബുക്കൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ ഫ്ലോപ്പ് പ്ലാനിങ്ങിലോട്ട് കിടക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഫിസിക്സിന് ഉറക്കം കളഞ്ഞു. അന്ന് ഒരു 3 മണിക്കൂറൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ കെമിസ്ട്രിക്ക് തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ 2 ദിവസത്തെ ക്ഷീണമായിരുന്നു. അപ്പോൾ എക്സാം ഹാളിൽ ഒരു ഹറിബറി ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലായിരുന്നു ഞാൻ കയറി പോയിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാതും കൂടി പഠിച്ചിട്ട് ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് പെട്ടെന്ന് ആ ഒരു വെപ്രാളത്തിൽ പെട്ടെന്ന് എന്തൊക്കെ റിയാക്ഷൻസ് ഒന്നും പെട്ടെന്ന് മനസ്സിലാത്ത പോലെ ഭയങ്കര ആകെ ടെൻഷനും കൺഫ്യൂഷനൊക്കെ നിറഞ്ഞിട്ടുള്ള അവസ്ഥയായിരുന്നു. പിന്നെ റിലാക്സ് ചെയ്ത് വെള്ളം നോക്കിയപ്പം ഏകദേശം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഓർമ്മ വന്നു. പക്ഷെ എന്നാലും ചില റിയേജൻസിൻ്റെ പേരൊക്കെ മറന്നു പോയിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് പഠിച്ച് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെയാണ്. അപ്പോൾ 2 ദിവസം ഉറങ്ങാത്തതുകൊണ്ട് ഇതായിട്ട് വീട്ടിൽ വന്നൊക്കെ ഒരു കിടന്നതാണ്, ഫുഡ് പോലും കഴിക്കാതെ. അങ്ങനെ ഞാൻ പിന്നെ എണീക്കുന്നത് 6 മണിക്കാണ്. പിന്നെ കുറച്ച് നേരം പഠിക്കാൻ വെച്ചിട്ട് ബയോളജിൻ്റെ ടെക്സ്റ്റൊക്കെ എടുത്ത് തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബയോളജിയിൽ 10 ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് ഇതിപ്പം തേഴ്സ്ഡേത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം 4 ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാറിട്ട് ഇങ്ങനെ ടിക്ക് മാർക്കൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം DNA ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചിരുന്ന് ഫസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഒരു ചാപ്റ്റർ പോലും കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ നോക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. അപ്പോൾ 2 ദിവസമൊക്കെ ഓർക്കാൻ കളഞ്ഞതിനൊരു ബുദ്ധിമുട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണോ, എക്സാം ഉള്ള ദിവസം പ്രത്യേകിച്ച് അതുപോലെ ഉറക്കം കളയാതിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ ആദ്യം ഇരുന്ന് പഠിച്ചു. പിന്നെ എനിക്ക് പറ്റാതായി വന്നപ്പോൾ ഞാൻ നേരെ ഉറങ്ങാൻ പോയി. അങ്ങനെ ഇന്നിപ്പം ശനിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ എണീക്കുന്നത് 12 മണിക്കാണ്. അപ്പോൾ 2 ദിവസത്തെ ഉറക്കം നന്നായി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സത്യം പറഞ്ഞാൽ എന്തായാലും ഇന്ന് ഫ്രൈഡേ മുതൽ എന്തായാലും പഠിച്ചേ പറ്റൂ. ഈ ഫ്ലോപ്പ് പ്ലാനിങ് ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ നല്ല രീതിക്ക് പഠിച്ചിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ മോട്ടീവ് എന്ന് വെച്ചാൽ. പിന്നെ ബയോളജി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുള്ള നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. മെയിൻലി ടെക്സ്റ്റ് നല്ല പഠിച്ചാൽ തന്നെ ഏകദേശം ഫുൾ മാർക്കൊക്കെ സ്കോർ ചെയ്യുക. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പേപ്പേഴ്സും നല്ലോണം, അതായത് കുറച്ച് ടഫർ ക്വസ്റ്റ്യൻസ് ഒരു ടഫർ ലെവലിലോട്ട് കടന്നിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് പഠിച്ചവർക്ക് മാത്രം ഏകദേശം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറ്റുന്നവരൊക്കെ എല്ലാ വിഷയവും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് ഇപ്രാവശ്യം ഈ എക്സാം നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗവൺമെൻറ് പല മാറ്റങ്ങളൊക്കെ നമുക്കിപ്പോൾ എക്സാം എഴുതുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബയോളജിക്ക് ഞാൻ എല്ലാ പ്രാവശ്യവും എങ്ങനെ സമയം ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ ഞാൻ ടെക്സ്റ്റ് നോക്കിയിട്ടേ പഠിക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ എന്ത് നോട്ട്ബുക്ക് നോക്കില്ല, ഷോർട്ട് നോട്ട്സ് നോക്കിയാലോ ഒന്നും തലേ കയറില്ല, മാർക്ക് മേടിക്കാനും പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു സുവോളജിക്കായിട്ടൊരു പ്രിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എനിക്കത് വാങ്ങിക്കണോ വാങ്ങിക്കേണ്ടിയുള്ള രീതിക്കായിരുന്നു. പിന്നെ വാങ്ങിച്ച് കഴിഞ്ഞപ്പം ലാസ്റ്റ് എക്സാം സമയത്ത്
കുറച്ചൊക്കെ അറ്റ്ലീസ്റ്റ് പഠിക്കാൻ സ്കോർ ചെയ്യാൻ കാര്യങ്ങൾ കയ്യിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാ ബയോളജിനെ എപ്പോഴും പഠിക്കുമ്പം സുവോളജീൻ്റെ കേസ് എടുക്കുമ്പം ഇതേപോലെ സുവോളജീൻ്റെ പ്രിൻറ്റും ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്തിട്ട് പഠിക്കലാണ്. പിന്നെ സുവോളജി ചില ചാപ്റ്റേഴ്സ് മനസ്സിലാക്കുവാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ DNA ചാപ്റ്ററാണ്, വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ കുറേ ടോപ്പിക്സിലുണ്ട്, ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് അല്ലാതെ പെട്ടെന്നുണ്ട് നമുക്ക് വായിച്ചാലൊന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ ഇതേപോലെ യൂട്യൂബ് ക്ലാസ് കണ്ട് പഠിക്കലാണ്. അപ്പം ഇത് സുവോളജി ബോട്ടണി പഠിക്കാൻ ജസ്റ്റ് എക്സാമിനറിൻ്റെ ക്ലാസ്സൊക്കെ ആണല്ലോ. അപ്പോൾ ഇത് അർച്ചന മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് DNA ചാപ്റ്റർ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബയോളജി കേസ് നമ്മൾ എപ്പോഴും കൂടുതൽ ടെക്സ്റ്റ് റെഫർ ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ +1 എക്സാമിലൊക്കെ കൂടുതൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു കേട്ടോ. കുറേ പേര് ബുദ്ധിമുട്ടായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എക്സാമ്പിൾസൊക്കെ വെച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ടെക്സ്റ്റ് പഠിച്ചാലും മര്യാദയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എടുക്കുമ്പോൾ ഞാൻ നല്ലോണം അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാ എക്സാമ്പിൾസൊക്കെ പഠിച്ചുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ട് ബയോളജിയിൽ ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ നമുക്ക് എക്സാമിന് ഈ ഒരു ബയോളജിയുടെ ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ടെക്സ്റ്റ് റെഫർ ചെയ്ത് നല്ലോണം ക്വസ്റ്റ്യൻസൊക്കെ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യുക. അതാണ് മെയിൻ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ബയോളജി, ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ ലാംഗ്വേജ് എങ്ങനെയാണ് ജസ്റ്റ് നോക്കേണ്ടതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പഠിക്കാൻ പറ്റിക്കോണം എന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് പഠിച്ചിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള നല്ല സ്റ്റഡി ടിപ്സും വ്ളോഗൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.